ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങളുമായി പങ്കിടുന്നത് സുപ്രധാന വിഷയത്തെക്കുറിച്ചാണ്. ഇന്ന് പല മാതാപിതാക്കളെയും വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്നു. അവർ അവരുടെ നല്ല കാലത്ത് കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഉദ്യോഗം കിട്ടുമ്പം തള്ളമാ അപ്പനും അമ്മയും പ്രായമായി ചുക്കിച്ചുളിഞ്ഞിരിക്കുമ്പോൾ അവരെ നോക്കാൻ വയ്യ, അവരെ ശുശ്രൂഷിക്കാൻ വയ്യ. അതിനു വേണ്ടി ഇച്ചിരി പൈസയും കൊടുത്ത് വൃദ്ധസദനത്തിലാക്കുന്നു. ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. കാണപ്പെടുന്ന ദൈവമാണ് മാതാവും പിതാവും. ആ കാണപ്പെടുന്ന ദൈവമായ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കാത്തവൻ കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. യഥാർത്ഥ ദൈവം എന്ന് പറയുന്നത് നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കളാണ്. അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ പരിചരിക്കുകയും ചെയ്യുന്നത് തന്നെ ദൈവത്തിനോട് കാണിക്കുന്ന സ്നേഹം. അങ്ങനെയുള്ള ഞാൻ മാതാപിതാക്കളെ സ്നേഹിക്കാത്തവൻ പള്ളിയിലോ അമ്പലങ്ങളിലോ മോസ്കുകളിലോ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരർത്ഥവുമില്ല. ഈ മാതാപിതാക്കളാണ് നിങ്ങൾക്ക് ജന്മം നൽകിയത്. അവരാണ് കാണപ്പെടുന്ന ദൈവം. അവരെ വൃദ്ധസദനത്തിലാക്കാതെ അവരെ പരിചരിക്കുന്നതാണ് ദൈവത്തിന് ചെയ്യാനുള്ള പണി, ദൈവത്തിനോട് കാണിക്കുന്ന നന്മ. ആയതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, മാതാപിതാക്കളെ വയസ്സുകാലത്ത് നിങ്ങളുടെ സ്നേഹവും പരിചരണവും കൊടുത്ത് അവരെ സ്വന്തം വീട്ടുകളിലാക്കണം. അല്ലാതെ വൃദ്ധസദനത്തിൽ കൊണ്ട് തള്ളിയിട്ട് കയറിപ്പോകരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്താൽ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയെത്തുകയുള്ളൂ. എല്ലാവർക്കും നന്ദി. ഇനി ഒരു ഗാനം കേൾക്കാം. സ്തുതി മനമേ നിത്യവും നിൻ ജീവനാഥനേശുവേ, ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ശോണിതന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ല എൻ്റെ ഉള്ളം ചൊല്ലുന്നു. വൈഷമ്യമുള്ളേതു കുന്നു കരകേറി നടകൊള്ളുവാൻ രക്ഷകനൻ കാലുകൾ തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിയിടുന്നു. ആരുമേ നീങ്ങില്ലെന്നോ ഞാൻ ഏകന തീർന്നുവെന്നു മാനസത്തിലാദി പൂണ്ടു കേദിപ്പ. എൻ്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂത സംഗമത്തിൽ ഇപ്പോഴവർ ദൈവമുമ്പിൽ സേവയായി. നാളെയെ കൊണ്ടൻ മനസ്സിൽ യവലേശം ഭാരമില്ല. ഓരോ നാളും ദൈവം എന്നെ പോറ്റുന്നു. ദുഃഖിതനായി ഓടിപ്പോയി ഞാൻ മരുഭൂവിൽ കിടന്ന എന്നെ ഓർത്തു ദൈവദൂതർ വന്നിരുന്നു. സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ, പക്ഷികളെ വിതയില്ല കൊയ്ത്തുമില്ല. ദൈവമാവയ്ക്കായി വേണ്ടതെല്ലാം നൽകുന്നു. ലില്ലി പുഷ്പങ്ങൾക്കും അവൻ ശോഭ നൽകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ ഒന്നുകൂടെ പറയുകയാണ്, മാതാപിതാക്കളെ ബഹുമാനിക്കുക,